നമസ്കാരം. അഡിനോയിഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കം മിക്ക കുട്ടികളിലും ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിന് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയും. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂക്കടപ്പ്, മൂക്കുകൊണ്ട് സംസാരിക്കുക, കൂർക്കം വലിക്കുക, വായ തുറന്നു വെച്ചുറങ്ങുക, ചെവി വേദന, ചെവിക്ക് ഇൻഫെക്ഷൻ വരിക, കേൾവിക്കുറവ്, തൊണ്ടവേദന, ഇടയ്ക്കിടയ്ക്ക് പനി, കഫക്കെട്ട്, ചുമ തുടങ്ങിയവ ഉണ്ടാവുക. ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറയും അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ട്, ഇത് നമുക്ക് സർജറി ചെയ്ത് കളയാമെന്ന്. ശരിക്കും സർജറി ചെയ്ത് കളയേണ്ട ഒരു അവയവമാണോ നമ്മുടെ അഡിനോയിഡ് ഗ്രന്ഥി? അല്ല. അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശ്വസിക്കുന്ന വായുവിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലാബാണ്. ശരിക്കും നമുക്ക് പുകയോ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ ബാക്ടീരിയ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് തടഞ്ഞു നിർത്താനുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്രന്ഥി. ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതായത് 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ ഈ അഡിനോയിഡ് ഗ്രന്ഥി ചുരുങ്ങുകയും ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ പാടെ ഇല്ലാതെ ആവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു അഡിനോയിഡ് ഗ്രന്ഥി ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നിർവഹിക്കുന്ന ഒരു ഗ്രന്ഥിക്ക് വീക്കം വരിക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന സമയത്തും അതുപോലെ തന്നെ അലർജി ഉണ്ടാകുന്ന സമയത്തുമാണ്. ഈ അലർജി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ അമിതമായ പ്രതികരണമാണ്. ഈ അമിതമായ പ്രതികരണം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ പൊടി ആയിക്കോട്ടെ, പുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് ശരീരം ഓവറായിട്ട് പ്രതികരിച്ച് ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുകയും ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ടത് അലർജിയെയാണ്. അലർജിക്ക് നമ്മൾ കൃത്യമായ അളവിൽ കൃത്യമായ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അലർജി നമുക്ക് ഹോമിയോപ്പതിയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാൻ സാധിക്കും. അതിനുവേണ്ടി നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക. താങ്ക് യു.